അഞ്ജൂടെ അടുത്ത് ആവണിയുടെ എന്തോ വലിയ രഹസ്യം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. അതുകൊണ്ട് അഞ്ജു ആവണിയോട് പറഞ്ഞ് ആ ഡിവോഴ്സ് പേപ്പർ ഒന്ന് സൈൻ ചെയ്യിക്കാവോ? ചെയ്യിക്കാനൊക്കെ പറ്റും. എന്നാ പിന്നെ പറ അഞ്ജു. അതെന്താ വക്കീലേ, വക്കീല് വാദിച്ച കേസ് ജയിക്കില്ലേ? അതൊക്കെ ജയിക്കും. എന്നാ പിന്നെ അങ്ങനെ അങ്ങ് ജയിച്ചാ പോരെ? ഇത് പറഞ്ഞ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നാവും. ഇത് മ്യൂച്വൽ അല്ലേ, ആളും കൂടെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാ. വക്കീലേ, കേസ് വിളിച്ച് കോടതിയിലെത്തി അരുന്ധതി വക്കീല് വാദോരാതെ വാദിച്ച് ഏട്ടനാണ് പ്രശ്നക്കാരെന്ന് വരുത്തി തീർക്കുന്ന സമയം ഞാൻ ഏട്ടത്തിയോട് പറയും തെറ്റെല്ലാം നിങ്ങളെ ഭാഗത്താണെന്ന് കോടതിയിൽ പറയാൻ. അതെങ്ങനെ ഉണ്ടാവും? അപ്പോ അരുന്ധതി വക്കീലും ഏട്ടത്തിയും ഈ സുധച്ചേച്ചിയും തമ്മിൽ അങ്ങോട്ട് തെറ്റും. വക്കീല് കേസ് ജയിക്കും, അരുന്ധതി കേസ് തോൽക്കും. അവരിവിടെ വന്ന് കാണിച്ച ഷോയ്ക്ക് ഇത്രയെങ്കിലും നമ്മൾ ചെയ്യണ്ടേ ഏട്ടാ? ചെയ്യണം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഏട്ടൻ ആഗ്രഹിച്ച പോലെ അവരേട്ടന്റെ കാൽച്ചുവട്ടിലുണ്ടാവും. മതി അഞ്ജു, മതി, അത് മതി. എന്നാ നമുക്ക് ഇപ്പൊ പറയണോ അന്ന് കോടതിയിൽ പറയണോ? അതിപ്പോ പറയണ്ട, കോടതി പറഞ്ഞാ മതി. ഏട്ടാ, എന്നാ ഞാൻ ഈ തുണിയൊന്ന് വിരിച്ചിട്ടെ. മോനാ, ഇവളൊക്കെ വക്കീലാവേണ്ടതായിരുന്നു. എതിർഭാഗം വക്കീലേ വെള്ളം കുടിച്ചാരാ. കണ്ട് പഠിക്ക്. മാളു, എന്തു പറ്റിയോളെ? ആകെ വിഷമിച്ചിരിക്കുന്നേ. ഒന്നുമില്ല അച്ഛാ. മോള് ഒന്നുമില്ലാന്ന് പറഞ്ഞാലും അച്ഛനത് മനസ്സിലാവും. മോള് വിഷമിച്ചിരിക്കുകയാണ്. അതിൻ്റെ കാരണവും അച്ഛനറിയാം. അമ്മയല്ലേ? അമ്മ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഒളിക്കുന്നുണ്ട്. അതൊന്നും ആരോടും പറയുന്നുമില്ല. ഇത് തന്നെയാണ് അമ്മയും അച്ഛനും തമ്മിലുള്ള പ്രശ്നം. അച്ഛൻ അമ്മ ജോലിക്ക് വിട്ടില്ല എന്നുള്ളൊരൊറ്റ തെറ്റൽ അച്ഛൻ ചെയ്തു. പക്ഷെ അമ്മ അച്ഛനോട് എന്തൊക്കെയാ ചെയ്തു കൂട്ടി. കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷം കഴിഞ്ഞില്ലേ, അമ്മക്ക് നിങ്ങളുടെ കാര്യം എൻ്റെ കാര്യമൊക്കെ നോക്കി ഇവിടെ നിന്നാ പോരെ? അച്ഛൻ പൊന്നു പോലും നോക്കൂല്ലേ നിങ്ങളുടെ അമ്മ? ഇപ്പൊ അമ്മക്ക് ജോലിയും കിട്ടി. മോള് കണ്ടതല്ലേ അച്ഛൻ അമ്മ എങ്ങനെ സ്നേഹിക്കുന്നതൊക്കെ. ഈ ബർത്ത്ഡേക്ക് അച്ഛൻ അമ്മക്ക് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണം മോള് കണ്ടതല്ലേ? അതച്ഛനും അമ്മയോട് സ്നേഹമില്ലാത്തതുകൊണ്ടാണ്. അച്ഛൻ വെറും പാവമുള്ളേ മോളെ. അച്ഛൻ എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യണം, അമ്മക്കും അതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചാൽ പോരെ? നമുക്ക് സന്തോഷമായിട്ട് ജീവിച്ചൂടെ? അന്ന് അച്ഛനെ പൂട്ടിയിടാൻ മോളും കൂട്ടുനിന്നില്ല. അന്ന് അച്ഛൻ എന്തോരം വിഷമായിട്ടുണ്ടെന്ന് അറിയാം. എന്തോരം. അച്ഛനെ മോൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോഴാണ് അച്ഛൻ ജീവിക്കണമെന്ന് വരെ തോന്നി. മോള് നല്ലപോലെ ആലോചിക്കുക. അച്ഛൻ്റെ ഭാഗത്താണോ അമ്മയുടെ ഭാഗത്താണോ തെറ്റെന്നുള്ള കാര്യം. അച്ഛൻ്റെ ഭാഗത്താണ് തെറ്റെന്ന് മാളുവിന് തോന്നുകയാണെങ്കിൽ മോൾ അച്ഛനോട് പറ അച്ഛൻ്റെ ഭാഗത്താണ് തെറ്റെന്ന്. ഇനി അതല്ല, അമ്മയുടെ ഭാഗത്താണ് തെറ്റെന്ന് തോന്നുകയാണെങ്കിൽ മോൾ അമ്മയുടെ അടുത്ത് ചെന്ന് സംസാരിക്കും.